മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യം ദുർഗയോടും ഉണ്ണിയോടും തുറന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കും അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും പുതിയൊരു ജീവിതം തുടങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. മൂന്നാറിലേക്ക് പോയിട്ട് തങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ തന്നെയാണ് മഹിയുടെയും കണ്ണൻ്റെയും പ്ലാനിങ്. അനന്തുവിൻ്റെയും ലേഖയ്ക്കൊപ്പം മൂന്നാറിലേക്ക് പോകാനായിട്ട് ഇരുവരും റെഡി ആവുന്നുണ്ട്. എന്തായാലും രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം മഹിയാണെങ്കിൽ കണ്ണനുള്ള ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം കരുണയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെന്നിട്ട് മഹിയെ ഓരോന്ന് പറഞ്ഞ് ചൊറിയാണ്. കാരണം മറ്റൊന്നുമല്ല, അവളൊരു ദുർസ്വപ്നം കാണുന്നുണ്ട്, കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ. അത് സത്യമാണോ എന്ന് എങ്ങനെയെങ്കിലും ബോധ്യപ്പെടണമെന്ന് കരുണ തീരുമാനിക്കുകയാണ്. കാരണം കണ്ണൻ്റെ വലതുകൾ ചലിക്കുന്നത് അവളൊരു ദിവസം കണ്ടതാണ്. എന്തെങ്കിലും രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്താനായിട്ട് കരുണ തിരിച്ചും മറിച്ചും മഹാലക്ഷ്മിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മഹി പറയുകയാണ്, ഇനിയിപ്പോൾ എന്തൊക്കെ നടന്നാലും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് തോമസ് വൈദ്യൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ആ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരില്ല. സാറിന് ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കരുണയാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിട്ട് തന്നെയല്ലേ അവിടെ ചെന്ന് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയത്? അതേ, കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുമോ എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ അതില്ലെന്നൊക്കെ പറയുകയാണ്. എന്തായാലും മഹാലക്ഷ്മിയുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ കരുണയാവട്ടെ അവൾ അടുക്കളയിൽ തന്നെയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കണ്ണൻ്റെ റൂമിലേക്ക് പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. എന്തായാലും കണ്ണനാവട്ടെ ഈ സമയം സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് വാതിലൊക്കെ അടച്ച് കണ്ണാടി നോക്കി തൻ്റെ മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. വീൽചെയറാണെങ്കിൽ കുറച്ച് അപ്പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ ഒരു പൂച്ച വരുന്നത് പോലെ പാത്തും പതുങ്ങിയും വന്നും പതുക്കെ ആ ഡോറങ്ങ് തുറക്കുകയാണ്. കണ്ണനാണെങ്കിൽ എന്തോ ഒരു അപാകത തോന്നുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വീൽചെയറിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരുണ വാതിൽ തുറക്കുമ്പോൾ കണ്ണൻ വീൽചെയറിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ റൂമിലേക്ക് വരുന്ന സമയത്ത് സാമാന്യ മര്യാദയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഇവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടതുപോലെ തോന്നി. മഹാലക്ഷ്മി താഴെ ചായ ഇടുകയാണല്ലോ, ഞാനതാ ഇങ്ങോട്ട് വന്ന് നോക്കിയത്. ഓ, അല്ലാതെ എനിക്ക് വല്ല മാറ്റം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതല്ലേ കരുണ നീ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ച്? എന്താ നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഏയ്, നിലവിലില്ല. എന്തായാലും ഒരു സംശയമൊക്കെ ഉള്ളിലുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കരുണയെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. എന്തായാലും കരുണയുടെ മനസ്സിൽ വല്ലാത്തൊരു തീക്കനലാണ് പുകയുന്നത്. അതായത് കണ്ണൻ എഴുന്നേറ്റ് നടന്നോ എന്ന് അവൾക്ക് ഒരുപാട് ഡൗട്ട് അടിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ചായയുമായിട്ട് വരുമ്പോൾ കരുണ റൂമിൽ നിന്നും പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന്. അറിയില്ല, ആൾക്ക് എന്തോ ഒരു ഡൗട്ടുണ്ട്. പറയാതെ ഡോറ് പോലും മുട്ടാതെയാണ് അകത്തേക്ക് കയറി വന്നത്. ഭാഗ്യത്തിന് ഞാനത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വീൽചെയറിൽ കയറി ഇരുന്നു എന്നൊക്കെ പറയുകയാണ്. അടുക്കളയിൽ വന്ന് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അവൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഞാൻ അവിടെയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കരുണയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, സൂക്ഷിച്ച് വേണം ഇനി മുന്നോട്ട് പോകാനെന്നൊക്കെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നു. എന്തായാലും അനന്തവും ലേഖയും കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇവിടെ നിന്നും പോകാം മൂന്നാറിലേക്ക് എന്നൊക്കെ പറഞ്ഞും നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണന് റെഡി ആവുന്നുണ്ട്. എന്തായാലും ഈ സമയം കരുണയാവട്ടെ ദുർഗയോട് പറയുകയാണ്, അയാളും അവളും ചേർന്ന് നമ്മളിൽ നിന്നും എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര സുഖകരമായിട്ട് അയാൾ എങ്ങനെയാണ് മല ചവിട്ടിയിട്ട് തിരികെ എത്തിയത്? അനന്തവും അതുപോലെ ഈ സാഗറും മാർക്കോയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എരുമേലി വഴി അത്രയും ദൂരം പൊക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അവർ നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടെന്നൊക്കെ കരുണ പറയുമ്പോൾ ദുർഗയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നതെന്ന്. എന്തായാലും ഈ സമയം അവിടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും റെഡിയായിട്ട് വരികയാണ്. തങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണെന്നും എന്തെങ്കിലുമൊക്കെ ദുഷ്ടചിന്തകളോ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലൊക്കെ അത് തുറന്നു പറയാം. മാത്രമല്ല തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളും ക്ലീൻ ആയിരിക്കണം. ഞങ്ങൾ ഉദ്ദേശിച്ചത് മനുഷ്യന്മാരുടെ മനസ്സാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ തുറന്ന് പറഞ്ഞേക്കാം, എല്ലാവരെയും ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കിയിട്ട് ഇയാളെ കൊണ്ട് ഞാൻ ചാണകവെള്ളം തെളിപ്പിക്കുമെന്ന് കണ്ണനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ കരുണയ്ക്കാണെങ്കിൽ അത് ചെകിടത്തടിച്ചതുപോലെ ആവുകയാണ്. എന്തായാലും ഒരു ഭിക്ഷക്കാരിയെ പോലെയാണ് താൻ ഈ വീട്ടിൽ കഴിയുന്നത് എന്നുള്ളൊരു ബോധം കരുണയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, ഇനി ഞങ്ങളെ പിന്തുടർന്ന്
ഉള്ള ജീവിതം കളയാൻ നോക്കേണ്ട, സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. അല്ലാതെ ഞങ്ങളുടെ രക്തം കുടിക്കാനായിട്ട് പുറകെ വരണ്ട, ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹിയും അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും ഈ സമയം കരുണയ്ക്കാണെങ്കിൽ കണ്ണൻ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവളാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ കടന്ന് അലറുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ കഴിവില്ലാത്ത ആ ഉണ്ണിയേട്ടനാണ്. എന്നെ വിവാഹം കഴിച്ചത് നുണ പറഞ്ഞ്, അതും കല്ല് വെച്ച നുണ പറഞ്ഞ്. ഇപ്പം അവൾ കണ്ടില്ലേ, രാജ്ഞിയെ പോലെ അവളുടെ ഔദാര്യത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ദുർഗയാണെങ്കിൽ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കരുണ ഒരു തരത്തിലും അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. അപ്പോൾ എന്തായാലും കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.